നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകളുടെ ചിക്കൻ ഫീഡ് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആണ്. മുമ്പ് നമ്മളൊരു ഫീഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫീഡ് ചെയ്ത് പെല്ലറ്റ് ഫുഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോൺ വെജ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നോൺ വെജ് കൊടുക്കുന്നുണ്ട്, ചിക്കനാണ് കൊടുക്കുന്നത്. ഇതുവരെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചിക്കൻ കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം കൊടുക്കുകയാണെന്നുള്ളത്. പെല്ലറ്റ് ഫുഡിനേക്കാളും ഇവർ നല്ല രീതിയിൽ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള നോൺ വെജ് ഫുഡുകളാണ്. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട്, 2 തവണ നോൺ വെജ് ആണ് കൊടുക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഫീഡ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ഫുഡ് കൊടുത്താൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഫീഡ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഫീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. ചിക്കൻ കുറച്ച് സ്ലോ ഡൈജസ്റ്റിംഗ് ആണ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഇഷ്യൂ വരാൻ സാധ്യതയില്ല. മാത്രമല്ല വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. പിന്നെ ഓസ്കാറുകൾ നമ്മളുമായിട്ട് നല്ല രീതിയിൽ അഡാപ്റ്റ് ആയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, നമ്മൾ കൈയൊക്കെ ഇടുമ്പോൾ കൈൻ്റെ അടുത്തേക്ക് നല്ല രീതിയിൽ വരുന്നത്, കയ്യിൽ കടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ജയന്റ് ഗൗരാമികളുടെ പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടിയും ഹാർഡായിട്ടാണ് ഇവരുടെ കടി വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ പല്ല് ജയന്റ് ഗൗരാമികളെക്കാളും കുറച്ചും കൂടിയും ഷാർപ്പാണെന്നാണ്. കാരണം ഈ ഒരു ചെറിയ സൈസ്, ഈ ഓസ്കാറുകൾ ഈ ചെറിയ സൈസ് ആയിട്ട് അവരുടെ കടി കിട്ടുമ്പോൾ അത്യാവശ്യം പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തതാണ്. നമ്മുടെ കാർ പോർച്ചിൽ എടുക്കുന്ന ഒരു ജയന്റ് ഗൗരാമി നമ്മുടെ കയ്യിൽ കടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ കടിക്കുമ്പോൾ നമുക്ക് പല്ലിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും വരാറില്ല. ജസ്റ്റ് ആ ജോ, അതായത് അവരുടെ താടിയലിൻ്റെ ഇടയിൽ നമ്മുടെ കൈ പെടുമ്പോൾ വരുന്ന ആ ഒരു പ്രഷർ, കാരണം അത് ഏകദേശം 1 ഫീറ്റ് വരുന്ന ജയന്റ് ഗൗരാമിയാണ്. അപ്പോൾ അതിൻ്റെ കടി കിട്ടിയാൽ നമുക്ക് ആ ഒരു പെയിൻ, അതായത് അത് കടിക്കുമ്പോഴുള്ള ഒരു പ്രഷറിൻ്റെ പെയിൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു എന്താ പറയുക, ടീത്തിൻ്റെ ആ പല്ലിൻ്റെ ആ ഒരു പെയിൻ വരാറില്ല. പക്ഷേ ഇവർ ഇത്രയും ചെറിയ സൈസായിട്ട് പോലും കടിക്കുമ്പോൾ അവർ കടിച്ച് കീറുകയാണ് ചെയ്യുന്നത്. ഈ ഓസ്കാറുകൾ കടിച്ച് വലിക്കുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ പെയിൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് കടിക്കുന്നതിൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവരുടെ പല്ല് കുറച്ച് ഷാർപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തതാണ്. ഈ ചെറിയ സൈസ് നമുക്ക് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിൻ വരും അവരുടെ കടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചിലപ്പോൾ സീരിയസ് ആയിട്ട് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലീഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ എന്തെങ്കിലും നോൺ വെജ് ഫുഡുകൾ ഫീഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും ചിക്കൻ്റെ ചെറിയ പീസുകളോ അല്ലെങ്കിൽ മണ്ണിരകൾ അല്ലെങ്കിൽ ചെമ്മീൻ പോലുള്ള സംഭവങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ മീനുകൾക്ക് നോൺ വെജ് ഫുഡുകൾ ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഒരു വീഡിയോയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മീനുകൾ കൂടുതലും സാറ്റിസ്ഫൈഡ് ആവുന്നത് ഇത്തരത്തിലുള്ള നോൺ വെജ് ഫുഡ് കഴിച്ച് വയറ് നിറയുമ്പോഴാണ്, ഈ പെല്ലറ്റ് ഫുഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു മീനുകളുമായിട്ട് അഗ്രസീവ് ആവാനുള്ള ഒരു സാധ്യതയും കുറയുന്നതാണ് പറയുന്നത്. പിന്നെ പെല്ലറ്റ് ഫുഡിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ കണ്ടന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റോ മീറ്റുകളിൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഓൾറെഡി അവർ മുമ്പത്തേക്കാളും കുറച്ച് ഗ്രോത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഇത് റെഗുലർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് വെക്കുന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ നോൺ വെജ് ഫീഡ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ വളർത്തിയിട്ടുള്ളത് ഫുള്ള് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്തിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ജയന്റ് ഗൗരാമികൾക്ക് ചിക്കൻ ഫീഡ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ കാർ പോർച്ചിൽ എടുക്കുന്ന ജയന്റ് ഗൗരാമിക്ക് കൂടാതെ നമ്മളിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികൾ, പിങ്ക് ജയന്റ് ഗൗരാമികൾ, ഈവൻ റെഡ് ടൈലിന് വരെ നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ ചെറിയ പീസുകൾ. റെഡ് ടൈലിന് ഈ അടുത്താണ് നമ്മൾ നോൺ വെജ് കൊടുത്തു തുടങ്ങിയത്. അവരുടെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അവർ ഏകദേശം ഒരു 3.5 ഇഞ്ചൊക്കെ സൈസ് ആയിട്ടുണ്ട്. 4 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈം ആകുമ്പോൾ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ചെറിയ സൈസ് ആൽബിനോ പിങ്ക് ജയന്റ് ഗൗരാമികൾക്കാണ് നമ്മൾ ചിക്കൻ ആദ്യം ഫീഡ് ചെയ്ത് തുടങ്ങിയത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്തതിനേക്കാളും റിസൾട്ടാണ് ഈ ചിക്കൻ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിക്കൻ റെഗുലറായിട്ട് കൊടുക്കുന്ന അത്ര നല്ലതല്ല എന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവർക്ക് കൊടുത്തിട്ട് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ഓവർ ഫീഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആഴ്ചയിൽ 2 തവണയാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ചിക്കനാണ്. കാരണം അവൈലബിലിറ്റിയുടെ ആ ഒരു പ്രശ്നമില്ല, എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് ബോക്സിനകത്താക്കി ഫ്രീസറിനകത്തൊക്കെ സൂക്ഷിച്ച് ആവശ്യമുള്ള സമയത്ത് ഡീപ് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. ചിക്കൻ മീനുകൾക്ക് റെഗുലറായിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡല്ല. കാരണം മീനുകൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു ചിക്കനകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഹൈ പ്രോട്ടീൻ പെല്ലറ്റ് ഫുഡും നോൺ വെജും മാറി മാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക.